ഈ വിവാദങ്ങളാണല്ലോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ വിവാദങ്ങൾ ട്രെൻഡിങ് ആവുന്ന ഒരു കാലഘട്ടം. അപ്പം എപ്പോഴും വിവാദങ്ങളിൽ പെട്ടെടുക്കുന്ന ഒരു ഗസ്റ്റ് ഉണ്ട് നമുക്ക്. അപ്പം ഇന്ന് ഞങ്ങൾ ഉള്ളത് രേണു സുധിയുടെ കൂടെയാണ്. രേണു സുധിയെ അറിയാത്ത ആരുമില്ല. അതാണ് അല്ലേ, വിവാദങ്ങളോട് വിവാദങ്ങളാണല്ലോ, ഒന്നിനോട് കോർത്ത് 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 കോർത്ത്. അതെ, ചിലർക്ക് ഒന്ന് കഴിയുമ്പോ ഒരു വിവാദം വരുമ്പോ ഓ മതി. വിവാദങ്ങളുടെ നായികയായിട്ടാണ് പലരും. അതെ, പക്ഷെ നമുക്ക് വിവാദങ്ങളിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ സുധിച്ചേട്ടൻ അല്ലേ, സുധിച്ചേട്ടനുമായിട്ടുള്ള പ്രണയകാലവും തുടക്കവും അതിലൊക്കെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പറഞ്ഞോളൂ. അപ്പൊ എങ്ങനെയായിരുന്നു സുധിച്ചേട്ടനെ കണ്ടതും പരിചയപ്പെട്ടതും? എന്നെക്കാളും കൂടുതൽ കേരളത്തിലെ അറിയാവുന്ന ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സുധിച്ചേട്ടനെ കാണുന്നതും പരിചയപ്പെടുന്നതും ഒരു 5-6 വർഷം ബാക്കിലോട്ടാണ്, അത്രേ ഉള്ളൂ വർഷം. അപ്പം അത് സുബീഷ് കിന്നസ് എന്ന് പറയുന്ന ഇവരുടെ ടമാർ പടാറിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹമായിരുന്നു. അപ്പം അദ്ദേഹം വഴിയാണ് സുധിച്ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്. എനിക്ക് സുധിച്ചേട്ടനോട് ഭയങ്കര ആരാധനയായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ജഗദീഷ് ചേട്ടൻ്റെ ഫിഗർ ചെയ്യുന്നതുകൊണ്ട്. ജഗദീഷ് ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഇപ്പോഴും ഇഷ്ടമാണ്. അപ്പം അദ്ദേഹത്തിന് ഫിഗർ ചെയ്യുന്നതുകൊണ്ടായിരിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സുധിച്ചേട്ടൻ. അങ്ങനെ സുധിച്ചേട്ടൻ്റെ നമ്പർ മേടിച്ച് കുറേ നാൾ പഴയ നമ്പറാണ് എനിക്ക് കിട്ടിയത്. ഒരു കോൺടാക്റ്റും ചെയ്തിട്ടൊന്നും വയ്ക്കണില്ല. പിന്നെ സുബീഷ് ചേട്ടനോട് പറഞ്ഞു എനിക്ക് ശരിക്കുള്ള നമ്പർ തരാൻ പറഞ്ഞു. ഞാൻ ബഹളം വെച്ച് മേടിച്ച് കഴിഞ്ഞപ്പം കോൺടാക്ട് ചെയ്തതാണ് സുധിച്ചേട്ടനെ. അങ്ങനെ കോൺടാക്ട് ചെയ്ത് ആദ്യം റെസ്പോണ്ട് ചെയ്തില്ല. അത് പിന്നീടാണ് മനസ്സിലാകുന്നത്. ചേട്ടൻ എന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് വാട്സപ്പിൽ സുധിച്ചേട്ടൻ ഒരു 10,000 മെസ്സേജ് റീഡ് ആകാനുണ്ട്. സുധിച്ചേട്ടൻ മൈൻഡ് ചെയ്യത്തില്ല. ഞാനാണ് ചിലപ്പോൾ റിപ്ലൈ കൊടുത്തോണ്ടിരുന്നത്. അപ്പം സുധിച്ചേട്ടനെ സംബന്ധിച്ച് ഞാനൊരു ഹായ് അയച്ചിട്ട് പോലും ഒരു 2-3 ദിവസം എടുത്ത് തിരിച്ച് റിപ്ലൈ ആരാന്ന് ചോദിക്കാൻ. ആരാ മക്കളെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ സുബീഷേട്ടൻ്റെ ഫ്രണ്ട്. ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു. അത് ഞാനിങ്ങനെ സംസാരിച്ച് വന്നപ്പം എൻ്റെ അടുത്ത് കൂടുതലും ഞാൻ എന്നോടൊന്ന് സംസാരിക്കുമോ, അങ്ങനെ സംസാരിച്ച് വന്നപ്പം കൂട്ടായി ഫ്രണ്ട്ഷിപ്പായി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ഇഷ്ടമാണ്. അതായത് എൻ്റെ അടുത്ത് മോൻ്റെ കാര്യം ഞാൻ ചോദിച്ചു, ഇത് ആരാ DP ഇപ്പം എൻ്റെ മോനാണ്. മോൻ്റെ അമ്മ. ഇപ്പം ഞാനും ഓർത്ത് മോൻ്റെ അമ്മ ഇനി 2ാമത് ഡെലിവറിക്ക് പോയതാണോ എന്നൊക്കെ നമുക്കറിയില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചാൽ മോൻ്റെ അമ്മ എന്ത്? അയ്യോ അമ്മയില്ല, അങ്ങനെ പോയതാണ്, വേറെ കല്യാണം കഴിച്ചാൽ കുട്ടി പോയി, അമ്മ പോയി. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം എന്നോട് ചോദിച്ചു, ഒരു ദിവസം ഞങ്ങളെ രണ്ടിനെ കാണാൻ വരുമോ, മോനോട് പറഞ്ഞോട്ടെ നിന്റെ അമ്മയാണെന്ന് പറഞ്ഞോട്ടെ. അപ്പം എനിക്ക് നിന്നെ ഇഷ്ടമാണ് രേണു, എന്നെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ് സുധിച്ചേട്ടാന്ന് പറഞ്ഞു. അറ്റാച്ച്മെൻ്റ് ആയി സംസാരിച്ചു, ഒരുപാടൊന്നും സംസാരിച്ചില്ല. അപ്പം എന്നോട് പറഞ്ഞു അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു എൻ്റെ മരണം വരെ ഞാൻ നിങ്ങളെ രണ്ടിനെ നോക്കാമെന്ന്. പക്ഷെ അതിന് ദൈവം ഇടയാക്കിയില്ല. എൻ്റെ മരണം വരെ അല്ലായിരുന്നു, ഏട്ടൻ്റെ മരണം വരെ ആയിരുന്നു ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര വർഷം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര വർഷമായി? ഇപ്പം സുധിച്ചേട്ടൻ മരിച്ചിട്ട് 2 വർഷമാകുന്നു. ഞങ്ങൾ 5-ാമത്തെ 6-ാമത്തെയോ ആനിവേഴ്സറി ആഘോഷിക്കാനാണ് വന്നതാണ് ചേട്ടൻ. മെയ് 7-ാം തീയതി ആയിരുന്നു ആനിവേഴ്സറി. 6-ാമത്തെ ആനിവേഴ്സറി ജൂൺ 5 ഏട്ടൻ മരിച്ചു. അത് ഞങ്ങൾ മറന്നുപോയി, മെയ് 7 മറന്നുപോയി. വേറൊന്നുമല്ല, ചേട്ടൻ വെളുപ്പിന് ഷൂട്ടിന് പോയി. അപ്പം ഞാനാ വിളിച്ചു, ചേട്ടൻ ഈ ദിവസത്തെ പ്രത്യേകം കരഞ്ഞു. എന്നോട് പറഞ്ഞു അയ്യോ ഞാൻ വിട്ടുപോയി വാവട്ടെ, എൻ്റെ തലയിൽ ഒരുപാട് ടെൻഷനും ഓട്ടോ അല്ലേ, റൂമിലുണ്ട്, ഞാൻ വിട്ടുപോയി. അപ്പം വെഡിങ് ആനിവേഴ്സറി മറന്നു പോയതല്ല, ടെൻഷൻ ആയതുകൊണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു 7-ാം തീയതി എന്താ പ്രത്യേകം ഔട്ടാ, ഞാൻ മറന്നുപോയി, എനിക്ക് സങ്കടമായി, നമുക്ക് അടുത്ത വർഷം അടിപൊളിയായിട്ട് ആഘോഷിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ജൂൺ 5-ാം തീയതി. പിന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും കിച്ചുവാണ് എല്ലാത്തിനും ഇരിക്കുന്നതും സർപ്രൈസ് ഒക്കെ നിൽക്കാവുന്നതായിരുന്നു. അന്ന് 2 പേരും കൂടെ പോയതാണ്. അന്ന് മറന്നുപോയി 2 പേരും. അവൻ ഉറങ്ങിപ്പോയി, സുധിച്ചേട്ടൻ മറന്നുപോയി, ഞാൻ വിളിച്ചപ്പോഴാണ് ഞാനും മറന്നുപോയി. എന്താണെന്ന് അറിയത്തില്ല, എല്ലാം ഒരു നിമിത്തം. ചിലപ്പം അവസാനമായിട്ട് ആഘോഷിക്കാൻ ദൈവം ഇടയാക്കി കാണത്തില്ല, അതായിരിക്കും. അന്ന് ശരിക്കും പറഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ സ്റ്റോറി, അതായത് ജീവിതത്തിലെ കഥകളൊക്കെ നമ്മൾ ഈ സ്റ്റാർ മാജിക്കിൽ വന്നിട്ട് സുധിച്ചേട്ടൻ ഒരിക്കലും പറയുമായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് രേണു മോനും എല്ലാവരും നിങ്ങളെല്ലാവരുടെ ഫ്ലോറിൽ വന്നു. പക്ഷെ അന്നാണ് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ ലൈഫിനെ പറ്റിയും നിങ്ങളുടെ മൊത്തത്തിലുള്ള ഫാമിലിയെ പറ്റിയിട്ടും ഒക്കെ അറിയുന്നത്, രേണുവിനെ പറ്റിയൊക്കെ അറിയുന്നത്. പക്ഷെ ഇപ്പോൾ വിവാദങ്ങൾ ഞാൻ പറയുന്നില്ല, പക്ഷെ ഇപ്പോൾ ഒരു വട്ടെ ശരിക്കും പറഞ്ഞാൽ സുധിച്ചേട്ടൻ പേരെടുത്തതിനേക്കാളും കൂടുതൽ രേണു പേരെടുത്തു എന്ന് പറയേണ്ടി വരില്ലേ? കുപ്രസിദ്ധിയുടെ പേരിൽ പേരെടുത്ത ആളായിരിക്കും കേരളത്തില്. കുപ്രസിദ്ധമായിട്ട് പേരെടുത്ത ഒരാളായിരിക്കും ഞാൻ. അതാണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞു, ഒരു വിവാദത്തോടെ അവസാനിക്കുമല്ല. ഞാനോട് തന്നെ തീർന്നു, എന്തിട്ടാലും വിവാദം, ഞാൻ ചെയ്ത ജോലിക്ക് വിവാദം,
ഞാൻ ആദ്യം എനിക്ക് തോന്നുന്നു വിവാദം തലപൊക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം, അതായത് സുധിച്ചേട്ടനെ മതം മാറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അതായത് സുധിയെ മതം മാറ്റി കൊണ്ടുവന്നു പള്ളിയിൽ അടക്കം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പറയാം. സുധിച്ചേട്ടൻ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ സുധിച്ചേട്ടൻ മരിച്ചപ്പോഴും ജീവനോടുള്ളപ്പോഴും മരണം വരെ സുധിച്ചേട്ടൻ ഹിന്ദു ഈഴവാസി തന്നെയാണ്. അങ്ങനെയാണ് സുധിച്ചേട്ടൻ്റെ കാസ്റ്റ് വന്നത്. അപ്പം ഞാൻ മതം മാറ്റിയിട്ടില്ല, ഞാൻ ക്രിസ്ത്യനാണ്. അപ്പം ഞാൻ മതം മാറ്റിയിട്ടില്ല. പക്ഷേ സുധിച്ചേട്ടൻ എൻ്റെ കൂടെ പള്ളിയിൽ വരുമായിരുന്നു, സൺഡേകളിൽ പള്ളിയിൽ. അപ്പോൾ സുധിച്ചേട്ടൻ അവിടുത്തെ ബിഷപ്പൊക്കെ ആയിട്ട് ഭയങ്കര, കാരണം ഞങ്ങളന്ന് ഒരു ലോക്ക്ഡൗൺ ടൈമിൽ ഭയങ്കര പ്രോബ്ലമൊക്കെ അദ്ദേഹത്തിന് നമുക്കും ഒരു സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ ആ ബിഷപ്പ്, ആംഗ്ലിക്കൻ ചർച്ചിലെ ബിഷപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നു സുധിച്ചേട്ടനെ. അപ്പോൾ ആ ഒരു സ്നേഹബന്ധത്തിൽ ഞങ്ങൾ ആ ചർച്ചിൽ പോകും. അപ്പോൾ എല്ലാ ആഴ്ചയിലും പോകും. മരിക്കുന്നതിന് തലേ ഞായറാഴ്ച ചെന്നിട്ട് പറഞ്ഞു, എന്നെ മരണം വരെ ഇവിടെ, മരിച്ചാലും ഞാൻ ഇവിടെ നിൽക്കൂന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു ബിഷപ്പ്. മതമൊന്നും മാറിയിട്ടില്ല, ജാതി മതം ഒന്നും ഏട്ടം മാറിയിട്ടില്ല. അപ്പം പെട്ടെന്നുള്ള മരണമുണ്ട്, ആക്സിഡന്റ്. പെട്ടെന്ന് മരിച്ചപ്പം കിച്ചുവിനോടാണ് ചോദിച്ചത് എവിടെയാണ് അടക്കേണ്ടത് മൂത്തമ്മൻ. അവനല്ലേ, എന്നോട് ചോദിച്ചില്ല. മൂത്തമ്മോനെ അവൻ അച്ഛൻ പള്ളിയിൽ പോകുന്നതാണ് കണ്ടിട്ടുള്ളത്, അച്ഛനെ അവിടെ അടക്കിട്ടു, അല്ലാതെ മതവും മാറ്റിയിട്ടില്ല. സുധിച്ചേട്ടൻ എങ്ങനെയാണ്, സുധിച്ചേട്ടൻ ജനിച്ച ആ ജാതിയിൽ തന്നെ, മതത്തിൽ തന്നെയാണ് സുധിച്ചേട്ടൻ മരിച്ചത്. സുധിച്ചേട്ടൻ്റെ പേരൻസ് ഒക്കെയോ? പേരൻസ്, അച്ഛൻ മരിച്ചുപോയി, അമ്മയുണ്ട്. അമ്മയ്ക്ക് ഇപ്പം ചെറിയ ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. നേരത്തെ എന്നെ വിളിക്കുമായിരുന്നു, ഫോണൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം ഓർമ്മക്കുറവുണ്ട്. ഇപ്പം വിവരങ്ങളൊക്കെ അറിയുന്നത് സുധിച്ചേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫിലൂടെയാണ്, എടത്തിയമ്മയിലൂടെയാണ്. അപ്പോൾ അവിടെ പോവും കാണുകയൊക്കെ ചെയ്യും. ഇപ്പം വല്ലപ്പോഴും പോകും. കാരണം ഇപ്പം എനിക്ക് തിരക്കായതുകൊണ്ട് ഇപ്പം എപ്പോഴും പറയും കുഞ്ഞിനെ കാണാൻ അവർക്ക് നേരമില്ല. കാരണം നേരം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അവർ കുഞ്ഞിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മൂത്ത മോൻ്റെ കൊടുത്തു വിടാറുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം എനിക്ക് പിന്നെ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നത്. അപ്പം എന്നാലും തിരക്കും എങ്ങനെയുണ്ട്, എന്തുണ്ട്, കാര്യങ്ങളൊക്കെ തിരക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ രേണുവിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് നാടകം, അഭിനയം. നാടകമായിരുന്നു തുടക്കം. നാടകം. അതിന് മുന്നേ 2-3 ചെറിയ വെബ് സീരീസ്, ഷോർട്ട് ഫിലിം അതിന് മുന്നേ അല്ല, ചെറിയൊരു ആൽബത്തിനകത്തൊക്കെ. മോഹം ഷോർട്ട് ഫിലിം ഒക്കെ നാടകം കഴിഞ്ഞിട്ടാണ്. നാടകമാണ് തുടക്കം. പ്രൊഫഷൻ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആക്കിയത് തന്നെ കൊച്ചിൻ സംഗമിത്രയാണ്. കൊച്ചിൻ സംഗമിത്രയുടെ ആർട്ടിസ്റ്റാണ്. ഇപ്പം 24-ാം തീയതി ലാസ്റ്റ് നാടകമാണ്, സെക്കൻഡ് ലാസ്റ്റ് നാടകമാണ് എൻ്റെ. അത് ഇപ്പൊ, അതായത് സുധിച്ചേട്ടന്റെ മരണശേഷമാണ് അവരുടെ 50-ാമത്തെ നാടകം. മരണശേഷമാണ് നാടകത്തിലോട്ടൊക്കെ വരുന്നത്. എന്നെ വിളിക്കുകയായിരുന്നു, ഒരു ക്യാരക്ടർ കൊണ്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എന്നെ വിളിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റായി, അതായത് തിയേറ്റർ ആർട്ടിസ്റ്റായി. ഒരുപാട് നന്ദി സംഗമിത്രയ്ക്ക്, കൊച്ചിൻ സംഗമിത്ര സതീഷായിരുന്നു. അതിനുശേഷം ഇപ്പൊ നമുക്ക് പക്ഷെ വിവാദങ്ങൾക്കൊട്ടും കുറവില്ലല്ലോ. നമുക്ക് ശരിക്കും ഒന്ന് ഈ അഭിനയവുമായിട്ട് ബന്ധപ്പെട്ട്, നാടകാഭിനയത്തിലൊന്നും അല്ലല്ലോ, അഭിനയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള വീഡിയോ ആണല്ലേ, അല്ലേ? ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള വീഡിയോ ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ട്രോള്. സൂര്യൻ മനത്ത്, അതെ, അല്ല, ഏറ്റവും കൂടുതൽ ട്രോൾ ഉണ്ടായിട്ടുള്ള നമ്മുടെ ഇത് മല്ലു റാപ്പർ വീഡിയോ കണ്ടു. മല്ലു റാപ്പർ എന്നാണ് എന്നെ രണസുനെന്ന് വിളിക്കുന്നതുകൊണ്ട് ഞാൻ അവരെ മല്ലു പെപ്പർ എന്നാണ് വിളിക്കുന്നത്. എന്താന്ന് വെച്ചാൽ എന്നെ നേരെ തിരിച്ചല്ലേ അവർ പറയണേ, എന്റെ പേര് അവർ പറയണില്ലല്ലോ, രണസുന. സോ ഞാൻ മല്ലു പെപ്പർ. പക്ഷെ ഞാനിപ്പോ കൊറേ കണ്ടു. അപ്പൊ അതിനകത്ത് ഈ രേണുവിനെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കൊറേ വീഡിയോസ് ഉണ്ടല്ലോ. അതായത് ഇവരെ പരിചയമുണ്ടോ? അതോ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഇതിനകത്തൂടെ അയച്ചു തരുമ്പോഴാണ് ഞാൻ കാണുന്നത്. കാണണ്ടേ? ഇപ്പൊ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നവർ മാത്രമേ ഉള്ളൂ. വേറെ ഒരു സംഗീതം സന്ദീപ് അവര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട്. ഞാൻ ഒത്തിരി ആസ്വദിച്ചതാണ്. ഞാൻ ഇവര് ഒത്തിരി ഉണ്ട് കണ്ടാ. അതെ, ഇതാണ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സാധനം. ഇതൊക്കെ കാണുമ്പോ എന്താണ് ശരിക്കും പറഞ്ഞാൽ രേണുവിന് പറയാൻ തോന്നുന്നത് ഇവരോടൊക്കെ? ഞാൻ പറയുന്നത്, എന്റെ മുന്നിൽ വരുമെന്നൊരു കമന്റ് കണ്ടാ, മുന്നിൽ വരും, വന്നൊന്ന് കാണിച്ചു തരണം. മല്ലു പെപ്പറിനെ ഞാൻ പറയത്തുള്ളൂ, എന്നെ രണസുനെ എന്നല്ല വിളിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ രണസുനെയാണ് പറയുന്നത്. നിങ്ങളെന്റെ മുന്നിൽ വന്ന് ഇതൊന്ന് ചെയ്ത് കാണിക്കൂ, ചലഞ്ച്. പക്ഷെ അത് നല്ലതാണ്, ഞാൻ കൈയടിക്കും കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ അല്ല, രേണുവിനെ കുറേ ഉണ്ട്. രേണുവിനെ വെച്ച് അവര് നല്ലപോലെ റീച്ച് ഉണ്ട്, ഇഷ്ടം പോലെ. ഒന്നല്ല, കുഴപ്പമില്ല. ഇത് 1 2 3 അത് മറ്റേ നമ്മുടെ ആൽബം ഇറങ്ങിയപ്പോ ആൽബം കറക്റ്റ് ഡ്രസ്, അതേ പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് കറക്റ്റ് ഇവിടെ ഒരു മാർഗം, അത് ഉണക്കമുന്തിരി ഇങ്ങനെ തേച്ച് വെച്ചേക്കുന്നവന്മാര്. എന്നെ വെച്ച് എന്തായാലും നിങ്ങളുടെ അടുത്ത് എനിക്ക് സന്തോഷം. കാരണം എന്നെ വെച്ചിട്ടാണ് നിങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ?
അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും വരുമാനം. അപ്പം താങ്ക്സ്, എന്നെ വെച്ചിട്ട് ഒരു ഗുണം ഉണ്ടായിരുന്നു. അതെ, ഇപ്പം ആൽബം ഭയങ്കര ഹിറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ? കണ്ടാലും നാളെ അതിന്റെ വിജയാഘോഷമാണ്. ഭയങ്കര സന്തോഷം. അത് ജിന്നാണ് ഡയറക്ടർ, പ്രൊഡ്യൂസർ ലൈജി മാള, അൻവർക്ക അതിന്റെ കിസ്മത്ത് വിഷന്റെ പ്രൊഡ്യൂസർ, അതുപോലെ കൂടെ അഭിനയിച്ച പ്രതീഷ്, ഷിജു, അതുപോലെ കൂടെ അഭിനയിച്ച കാർത്തി, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായല്ലോ, കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. രേണുവിന്റെ കല്യാണം രണ്ടാം വിവാഹം കഴിഞ്ഞു. കല്യാണം കഴിച്ചാൽ അതെ, അപ്പൊ എനിക്ക് കല്യാണം കഴിക്കുന്നതിന് വിലക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വിലക്കുണ്ടോ? ഇല്ലല്ലോ. അത് രേണുവിന്റെ ഇഷ്ടമല്ലേ? അപ്പൊ അങ്ങനെ ഒരു സെക്കൻഡ് മാരേജിനെ കുറിച്ചുള്ള ആലോചന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെറുതായിട്ട്. അപ്പൊ ഇടയ്ക്ക് അങ്ങനെ, അതായത് ഒരു 2 ദിവസം കടന്ന് ഓടി, രേണുവിന്റെ വിവാഹം കഴിഞ്ഞു അല്ലെ, രേണു രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട്. ആൽബം എടുക്കുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ ഫുൾ ഇറങ്ങിയ, വേറൊന്നുമല്ല, കുറെ മീഡിയാസ് ഉണ്ടായിരുന്നു. അവരൊക്കെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നാണ്. നമ്മൾ വിളിച്ചല്ല, ഡയറക്ടേഴ്സ് അവരുടെ ആൾക്കാർ വിളിച്ച ആൽബത്തിന്റെ ആൾക്കാർ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കുറെ ഓടിയായിരുന്നു. അപ്പം ലീഡു സുധി കല്യാണം കഴിച്ചു. അതെ, പക്ഷെ ആ സീനകത്ത് ആ ഒരു ഇങ്ങനെ ഒന്ന് മിന്നി പറഞ്ഞു അതേ ഉള്ളൂ. പക്ഷെ അതാണ് ഏറ്റവും വൈറലായത് സംഭവം. അത് ശരി. അത് പക്ഷെ എനിക്ക് തോന്നുന്നു ആ വൈറലായത് ഒരു പരിധിവരെ ആ ആൽബം സോങ്ങിനും സ്വാധീനിച്ചിട്ടില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? നല്ലപോലെ. കാരണം റീച്ച് കയറിയിട്ടുണ്ട്. ആ 2 ദിവസം പോയ ആ റീല് തന്നെ, മീൻസ് ഈ പറയുന്ന വിവാദ സാധനം തന്നെ ഭയങ്കര റീച്ച് കയറിപ്പോയി. ടേക്ക് അല്ല ചെയ്യുന്നത്, ടേക്ക് എടുക്കുമ്പോ നമ്മള് ടേക്കിലാണ്. പക്ഷെ ടേക്കിന് മുന്നുള്ള എന്റെ മുഖവെപ്പൊക്കെ വെച്ചിട്ട് ഭയങ്കര വൈറലാക്കിയത്. പിന്നെ ഇപ്പൊ ഒരു ആഡില് ഫിംഗേഴ്സ് അത് വൈറലായി കേട്ടോ. അത് എന്തായാലും മറ്റേ കുഞ്ഞിക്കോനൻ സിനിമയില്, ദിലീപന്റെ സിനിമയില് പപ്പു ചേട്ടൻ, നമ്മുടെ അജയ് ചേട്ടൻ മറ്റേ പെൺവേഷം കെട്ടുന്ന അത് വെച്ചിട്ട് അത് ആ ഫോട്ടോ ഇതൂടെ വെച്ചിട്ട് ഒരു ട്രോള്. എനിക്ക് സന്തോഷമുള്ള അങ്ങനെ പറയുന്നത് ഞാൻ അഭിമാനിക്കുന്നു. കാരണം അത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ചെയ്ത വേഷമാണല്ലോ എനിക്ക് എന്നെ പോലെ ആണല്ലോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. ഞാൻ അഭിമാനിക്കും. ഇപ്പൊ അതാണ് വിവാദത്തിൽ പിള്ളേരെ അറിയുന്നുണ്ട്. എല്ലാരും കല്യാണം കഴിച്ചാൽ മിക്കവരും അതിനകത്ത് കല്യാണം കഴിച്ച പിള്ളേരാണ്. അത് ആഡായിരുന്നോ? ആഡ് ഷൂട്ടാണ് അത്, യൂണിഫോമിന്റെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഒരു അതായത് ബ്യൂട്ടി പാർലറിന്റെ ഒരു ആഡ് ചെയ്തപ്പം അതിലെ കുറച്ച് ഫോട്ടോസ് അല്ല, നമ്മളൊരു ദുബായിലുള്ള ഒരു ബ്യൂട്ടി പാർലറിന്റെ ആഡ് പ്രൊമോഷൻ ചെയ്തപ്പോ അതിലെ കുറച്ച് ഫോട്ടോസ് വന്നിട്ട്, ഫോട്ടോ വേണേ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ആ ഫോട്ടോ വെച്ചിട്ട് ഒരു കൊറേ അല്ലേ, അതും വൈറലായി. എന്ത് ചെയ്താലും വൈറലാണ് അല്ലേ? ഇതാണ് ആ ഫോട്ടോ. അത്രയും കാണിച്ചു, കൈ ഒരിച്ചിരി കണ്ടു. അപ്പൊ എന്താണ് ശരിക്കും പ്രശ്നം ഈ പറയുന്നത്? അപ്പൊ എന്താണ് ഇപ്പൊ രേണുവിന് തോന്നുന്നത്? എന്താ ഇപ്പൊ പറയുന്നത്? നമ്മള് ഫിലിം ആക്ടേഴ്സ് ഒക്കെ അല്ലെങ്കിൽ സിനിമാ നടിമാരൊക്കെ ചെറിയ രീതിയിൽ എക്സ്പോസ് ചെയ്യുന്നവരുണ്ട്, വലിയ രീതിയിൽ എക്സ്പോസ് ചെയ്യുന്നത്. അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം എന്തുകൊണ്ടായിരിക്കും രേണുവിന്? ഈ മലയാളികള് നെഗറ്റീവ് കാണുന്നൊരു പോസിറ്റീവ് ഒരുപാട് പേരുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. കാരണം പോസിറ്റീവ് ഒരുപാട് പേരുണ്ട്. ഞാൻ ഇന്ന് ഓരോ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴത്തേന് ഞാനോടത്ത് എന്നെ തെറി പറയാം, പക്ഷെ എല്ലാം പോസിറ്റീവാണ് വരുന്നത്. 97% എനിക്ക് പോസിറ്റീവ് കമന്റ്സ് ആണ്. അപ്പൊ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. പിന്നെ നെഗറ്റീവ് പറയുന്നവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ സ്ഥിരം പറയുന്നവരാണ് പറയുന്നത്. ഞാൻ എല്ലാ പ്രൊഫൈലും ചെക്ക് ചെയ്യും, ഒക്കെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോഴത്തേനും എല്ലാം ഒന്ന് ചെക്ക് ചെയ്തില്ല മിക്കവരും. അപ്പൊ കണ്ണിൽ കാണുന്നവർ ഇവര് തന്നെയാണല്ലോ അവിടെയും പറഞ്ഞിരുന്നു, അവര് തന്നെയാണല്ലോ ഇത് തന്നെയാണല്ലോ അതെന്നുള്ള രീതി. കാരണം ഇവരുടെയൊക്കെ സങ്കല്പത്തിലുള്ള ഒരു നടിയല്ലായിരിക്കും ഞാൻ, ഒരു സ്ത്രീ അല്ലായിരിക്കും ഞാൻ. അവർക്ക് സങ്കല്പത്തിൽ ഭയങ്കര സൗന്ദര്യം. ഞാൻ അങ്ങനെയല്ലായിരിക്കും. ഇനി മേ ബി എന്നെ നേരിട്ട് കാണുന്നവർ പറയും ക്യാമറയിലെക്കാളും നല്ലത് നേരിട്ടാണ്. അപ്പൊ അവര് നേരിട്ട് കണ്ടിട്ടില്ലായിരിക്കും. എന്നെ നേരിട്ട് കാണുന്ന ആരും ബോഡി ഷേമിങ് ഇന്നുവരെ ചെയ്തിട്ടില്ല. അപ്പൊ ക്യാമറയിൽ ഞാൻ പറയുന്നത് ക്യാമറയ്ക്ക് പോലും എന്റെ സൗന്ദര്യം ഒപ്പിയെടുക്കാൻ പറ്റത്തില്ലേ. ഞാൻ ചുമ്മാ തമാശ പറയാട്ടോ. അപ്പം അങ്ങനെ ഒരു സങ്കല്പത്തില്ല. ഒന്നതായിരിക്കും. രണ്ടെന്ന് വെച്ചാൽ ഇവള് വിധവയല്ലേ, ഇവള് സുധി മരിച്ചിട്ട് ഇവള് വീട്ടിരിക്കാൻ പോലെ ഇവള് എന്തിനാ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതിന്റെ ആവശ്യമുണ്ടോ? ഇതായിരിക്കും. 2 തലത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ എന്താണ് അങ്ങനെ ഭർത്താവ് മരിച്ച സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങിയിരിക്കണമെന്ന് തന്നെയാണോ ഇപ്പോഴും സമൂഹം ചിന്തിക്കുന്നത്? ചില കുറച്ച് ആളുകൾ ടിപ്പിക്കൽ മലയാളീസ് അങ്ങനെയാണ്. പക്ഷെ ഇവര് പറയുന്ന പോലെ ഇരിക്കാം. പക്ഷെ ഞാൻ പറയുന്ന കാശ് ഇവര് കൊണ്ട് തരട്ടെ, പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യട്ടെ. ഇപ്പോഴും ഹസ്ബൻഡ് മരിച്ചിട്ട് എത്രയോ കലാകാരന്മാരും കലാകാരികളും അല്ലെ, കലാകാരികൾ എത്രയോ പേര് സിനിമയിലുണ്ട് ഇല്ലേ? അപ്പൊ അവർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ഈ രേണുവിന്? എനിക്കറിയില്ല സിസ്റ്റർ, എനിക്കറിയില്ല അവർക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് എനിക്കുള്ളത്. എനിക്കറിയില്ല കുട്ടി, എനിക്കറിയില്ല.
രേണു അപ്പൊ തന്നെ സുധിച്ചേട്ടൻ ഇപ്പൊ നമുക്കൊരു കുറച്ച് കമന്റുകൾ ഞാൻ വായിക്കാം. അപ്പൊ ആ കമന്റുകൾക്കൊക്കെ ഉള്ള മറുപടി നമുക്കിപ്പൊ ഇവിടെ വെച്ച് തന്നെ കൊടുക്കാം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പേര് വേണ്ടല്ലോ, ആരാ കമന്റ് ഞാൻ വായിക്കാം. അതായത് ഇതിനെയൊക്കെ ഒരു ഡ്രോണിൽ കയറ്റി പാകിസ്ഥാനിലേക്ക് വിട്ടിരുന്നേൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ അതായിരുന്നു എന്നൊരു കമന്റ് ഉണ്ട്. അപ്പൊ എന്താണ് ഇവിടെ എനിക്ക് വേണ്ടിട്ട് അങ്ങനെങ്കിലും ഞാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. വിട്ടോളൂ, അങ്ങനെയെങ്കിലും അത്ര ഞാൻ കുറ്റം കാണിക്കുന്നതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ.